കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1 57 മുതൽ 66 വരെയും 80-ാമത്തെയും വചനം. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരെഴുത്ത് പലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമുക്കറിയാം, കത്തോലിക്ക തിരുസഭയിൽ നമ്മൾ 3 ജന്മദിനങ്ങളാണ് സഭ ആഘോഷിക്കുന്നത്. ബാക്കിയെല്ലാം വിശുദ്ധരുടെയൊക്കെ മരണദിനങ്ങളാണ് നമ്മൾ വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. പക്ഷേ 3 ജന്മദിനങ്ങൾ സഭയിൽ വലിയ ആഘോഷമാണ്. ഒന്ന്, ഈശോയുടെ ജനനം. ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ സഭയിൽ വലിയ ആഘോഷമാണ്. 3-ാമത്തേതാണ് സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാനെയും കൂടി അതിനകത്ത് പെടുത്തിയത്? ബാക്കി എന്തോരം പേരുണ്ട് അല്ലേ? സ്നാപക യോഹന്നാനെയും കൂടി എന്തിനായിരിക്കും അതിനകത്ത് ഉൾപ്പെടുത്തിയത്? ഈ 3 പേരിൽ ഈശോയുടെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ അമ്മയുടെ തീർച്ചയായിട്ടും നമുക്ക് സ്വീകാര്യമാണ്. സ്നാപക യോഹന്നാൻ എന്തുകൊണ്ടായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയത് എന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുക. നമുക്കറിയാം, സഭയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഏറ്റവും അധികമായി സഹകരിക്കുകയും ആ രക്ഷയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തവരാണ് സ്നാപക യോഹന്നാനും പരിശുദ്ധ അമ്മയും. അതുകൂടാതെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം ഇങ്ങനെയാണ്: ഈശോ ജന്മപാപമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്നവനാണ്. പരിശുദ്ധ അമ്മയും നമുക്കറിയാം ജന്മപാപമില്ലാതെ ജനിച്ചു. അമ്മയുടെ ജനന തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കും. ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ നമ്മൾ ആഘോഷിക്കും. അമലോത്ഭവ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ സ്നാപക യോഹന്നാനും ഈ ജന്മപാപമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്നവനായിരിക്കാം. ഏതായാലും പാപരഹിതനായിട്ടാണ് സ്നാപക യോഹന്നാനും ഈ ലോകത്തിലേക്ക് വന്നത്. കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ സ്നാപക യോഹന്നാൻ നിറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ അമ്മ ഈശോയെ വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു ആത്മാവിൻ്റെ ആനന്ദത്തിൽ കുതിച്ചു ചാടി എന്നാണ് വചനം പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്. ആദ്യമായി നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് മാമോദീസയിലൂടെയാണ്. ജലത്താലും ആത്മാവിനാലും നാം നിറയപ്പെട്ടു. ജലത്താലും ആത്മാവിനാലും നാം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അവൻ്റെ രാജ്യത്തിന് അവകാശികളാകില്ല. അപ്പം നമ്മൾ മാമോദീസായിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്. പക്ഷെ സ്നാപക യോഹന്നാൻ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. മറ്റൊരു വാക്യം പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ ഈ പറയുന്ന സ്നാപക യോഹന്നാൻ്റെ
പാപരഹിതനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പാപരഹിതമായി ഈ ലോകത്തിലേക്ക് വന്നത് പരിശുദ്ധ അമ്മയും ഈശോയും സ്നാപയോഹന്നാനാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തിലായിരിക്കും സഭ ഇവരുടെ 3 പേരുടെയും തിരുനാളുകൾ, ജനന തിരുനാളുകൾ വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. ബാക്കി എല്ലാവരുടെയും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മരണദിനം, രക്തസാക്ഷിത്വ ദിനം, അവർ യേശോയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആ ദിനങ്ങളാണ് സഭയിൽ ആകമാനം വലിയ ആഘോഷങ്ങളായിട്ട് വിശുദ്ധരുടെയൊക്കെ തിരുനാളുകളൊക്കെ നമ്മൾ ഒത്തിരി ആഘോഷിക്കാറുണ്ട്. ഇതവരുടെ മരണദിനങ്ങളാണ്. അപ്പോൾ ജന്മപാപമില്ലാതെ അല്ലെങ്കിൽ പാപരഹിതമായി ജനിക്കുകയും പാപരഹിതരായി ജീവിക്കുകയും ചെയ്തവരാണ് ഇവരൊക്കെ തന്നെ. വിശുദ്ധ സ്നാപകയോഹന്നാൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ സ്നാപക യോഹന്നാൻ അത്ഭുതകരമായി അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. ഞാൻ ഈ ഗർഭിണികളൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ കയ്യിലൊരു പ്രാർത്ഥന ഇരിപ്പുണ്ട്. എല്ലാ മാസവും ഈ 9 മാസക്കാലം ചൊല്ലി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇരിപ്പുണ്ട്. എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. ഞാൻ സാധാരണ അവരുടെ അടുത്ത് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഫോട്ടോ എടുത്തോളാൻ പറയും. എന്നിട്ട് ഓരോ മാസവും ഈ വചനം വെച്ചും പ്രാർത്ഥനയുണ്ട്, അത് വെച്ച് വായിക്കാൻ പറയും. കാരണം എന്താ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്താൻ നമുക്ക് പറ്റും, ദൈവികമായും അല്ലാതെയും. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപം കൊള്ളുന്നത് തന്നെ യോഹന്നാൻ ശ്ലീഹ പറയുന്ന പോലെ ജഡത്തിൽ നിന്നും ജനിക്കുന്നത് ജഡികവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. ഇപ്പൊ പാപത്തിലും അശുദ്ധിയിലും മദ്യത്തിലും ലഹരിക്കൊക്കെ അടിമപ്പെട്ട് നമുക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാം. വെറും ജഡിക മനുഷ്യനായി ജീവിച്ച് ജഡത്തിൽ തലമുറകൾക്ക് ജന്മം കൊടുക്കാം എന്ന് പറയുന്ന പോലെ ആത്മാവിൽ നമുക്ക് മക്കളെ ജനിപ്പിക്കാൻ പറ്റും. അപ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ 8-9 മാസക്കാലം ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞായിരിക്കുന്ന നാളുകളിലെല്ലാം കർത്താവിൻ്റെ വചനവും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരമ്മ ആയിരിക്കുമ്പോൾ അത് കുഞ്ഞിലേക്ക് ഈ ദൈവ സാന്നിധ്യം നിറയുന്നുണ്ട്. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഭർത്താക്കന്മാർക്ക് കൂടെ നിൽക്കാം, ഈ ഡെലിവറിയുടെ സമയത്തുള്ള വീഡിയോയും കാര്യങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഉള്ളതൊക്കെ അവിടെ എടുത്തു കൊടുക്കാൻ അങ്ങനെയുള്ള പെർമിഷനൊക്കെ ഉണ്ട്. ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ഉദരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും പേര് പറഞ്ഞ കുഞ്ഞിന് പേരിട്ടൊക്കെ പ്രാർത്ഥിക്കുകയും, വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് ജെൻഡറൊക്കെ നേരത്തെ അറിയാം, പേരൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയും പ്രൈസ് ലോർഡ് പറയും. അല്ലെങ്കിൽ അങ്ങനെ ചില പ്രാർത്ഥനകളൊക്കെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞു ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ പേര് വിളിക്കുമ്പോൾ ഹല്ലേലൂയ പറയുമ്പോൾ പ്രൈസ് ലോർഡ് പറയുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചലിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുമുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞിനെ നമുക്ക് ആത്മീയമായിട്ട് രൂപപ്പെടുത്താൻ പറ്റും എന്നുള്ളത് കൂടി ഈ തിരുനാളിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ പിന്നോട് അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും നമുക്ക് ദൈവം തന്നിരിക്കുന്നവരെ ദൈവസ്നേഹത്തിലും പരിശുദ്ധാത്മാവിനാലും നിറയപ്പെടുകയും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ളത് ഒരു ദൗത്യമാണ്. അതാണ് സ്നാപകയോഹന്നാൻ തൻ്റെ ജീവിതത്തിലുടനീളം പൂർത്തിയാക്കിയത്. മാത്രമല്ല, സ്നാപകയോഹന്നാന് തന്നെക്കുറിച്ചും തൻ്റെ ദൗത്യത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ സ്നാപകയോഹന്നാൻ പറഞ്ഞത്, ഞാൻ അവനല്ല, എനിക്ക് അവൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാൻ പോലുള്ള യോഗ്യതയില്ല, ഞാൻ അവന് വഴിയൊരുക്കാൻ വന്നവനാണ്. ഇതാണ് എൻ്റെ ദൗത്യം എന്ന സ്നാപകയോഹന്നാൻ എന്താണ്, ഞാനൊരു വഴിയൊരുക്കാൻ വന്നവനാണ് എന്ന് പറഞ്ഞാൽ സ്നാപകയോഹന്നാന് തൻ്റെ ജീവിത വിളിയും ജീവിത ദൗത്യവും ഒരു സംശയമില്ലായിരുന്നു. അതതിൻ്റെ മനോഹാരിതയിൽ ജീവിച്ച് തീർത്തവനാണ് വിശുദ്ധ സ്നാപകയോഹന്നാൻ. അതുകൊണ്ട് ഈ സ്നാപകയോഹന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിത വിളിയും നമ്മുടെ ജീവിത ദൗത്യവും എല്ലാം യേശുക്രിസ്തുവിലായിരിക്കുകയും അവന് വഴിയൊരുക്കുക എന്നുള്ളതാണ്. ഈ ദൗത്യം ഒരു ക്രിസ്ത്യാനി സ്വീകരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തണമേ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.